സച്ചി പറയും ഞാൻ അമ്മയൊന്ന് വിളിച്ചോട്ടെ, ചിലപ്പോൾ അമ്മയ്ക്ക് അറിയാൻ മതി എന്ന് പറയും. രേവതിയുടെ അമ്മയാണെങ്കിൽ അനിയത്തിയോട് ഇങ്ങനെ രേവതിയെ പറ്റി പറയാണ്. രാവിലെ അവൾക്ക് നല്ല വിഷമവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചിട്ട് അവൾ പറയുന്നുമില്ലാന്ന്. ഇപ്പോൾ വിളിച്ചു നോക്കുമ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയും. ആ സമയത്ത് സച്ചിയുടെ കോള് വരികയാണ് അങ്ങോട്ട്. ദേവു രേവതിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയും. ദേവു പറയും സച്ചിയേട്ടാ ചേച്ചി ഇവിടെ ഇല്ല. ആദ്യം സച്ചി അത് വിശ്വസിക്കില്ല. പിന്നെ ദേവു തറപ്പിച്ച് പറയുമ്പോൾ സച്ചി ആകെ ടെൻഷനാവും. ദേവു ചോദിക്കും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാവിലെ അമ്മ വിളിച്ചപ്പോൾ രേവതി ആ രീതിയിലാണ് സംസാരിച്ചതെന്ന് പറയും. കോള് കഴിയുമ്പോൾ അമ്മയും ദേവുമൊക്കെ ടെൻഷനാവും. അനിയൻ പറയും ആ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അയാൾ കള്ളു പിടിച്ച് വന്നിട്ട് ചേച്ചിയോട് എന്തേ കച്ചറുണ്ടാക്കി കാണണം. ആ കുടിയനെ ചേച്ചിയുടെ തലയിൽ കെട്ടി വെക്കുമ്പോൾ ഓർക്കണമായിരുന്നു എന്നൊക്കെ അനിയൻ പറയും. അമ്മ പോയിട്ട് രേവതിയുടെ അച്ഛൻ്റെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥിക്കും അവളെ കാത്തോണേന്ന്. സച്ചിയുടെ വീട്ടിലാണെങ്കിൽ സച്ചിയുടെ അമ്മ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ്. ശ്രുതി പറയും ഒരു കണക്കിന് രേവതി ഭക്ഷണം ഉണ്ടാക്കി പോകാൻ നന്നായി. ഇതിപ്പോൾ ശ്രുതി ഉണ്ടാക്കിയ ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാമല്ലോ. ശ്രുതി ടേസ്റ്റ് ചെയ്തിട്ട് പറയും അടിപൊളി രസം എന്ന് പറയും. ശ്രുതി പറയും അത് രസമല്ല ഉള്ളിക്കറിയാണെന്ന് പറയും. ശ്രുതി ആ ഉള്ളിക്കറി പുതിയ സ്റ്റൈലിൽ ഉണ്ടാക്കിയതല്ലേ, അതാ ഒരു രസമുള്ള ടേസ്റ്റ് എന്ന് പറയും. അച്ഛനെ ഫുഡ് കഴിക്കാൻ വിളിക്കുമെങ്കിലും അച്ഛൻ പറയും രേവതി വരാതെ ഞാൻ കഴിക്കില്ല എന്ന് പറയും. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രുതി പറയും രാവിലെ സച്ചിയും രേവതിയും ചെറിയ വഴക്കുണ്ടായി എന്ന് പറയും. അച്ഛൻ ചോദിക്കും നീ എന്താ വഴക്കുണ്ടാക്കിയത്? വെറുതെ ഒരു കാരണമില്ലാതെ അവൾ പോവില്ല. സച്ചി ഉണ്ടായ കാര്യം പറയുമ്പോൾ അച്ഛൻ സച്ചിയെ ചീത്ത പറയും. നീ ഇതാ തമാശയാണോ, ബാക്കിയുള്ളവർക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യാമെന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറയും. അച്ഛൻ പറയും ഇവൻ പറഞ്ഞ തെറ്റ് തന്നെ, നിന്നെപ്പോലെ ഒരു അമ്മായിയമ്മയെ അവളുടെ തലയിൽ കെട്ടി വെച്ചത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. വേറെ ഏതെങ്കിലും മരുമക്കളായിരുന്നെങ്കിൽ നിന്റെ ചെകിടത്തടിച്ച് അവരിറങ്ങി പോയേനെ. അച്ഛൻ സച്ചിയോട് പറയും നമ്മൾ വെറുക്കുന്നവർ എന്ത് പറഞ്ഞാലും നമ്മളത് തള്ളിക്കളയും. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഹൃദയത്തിൽ ഒരു മുറിവ് പോലെ കിടക്കുമെന്ന് പറയും. അച്ഛനിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ സച്ചിക്ക് ആകെ വിഷമം. സച്ചി പറയും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി അവളെ അന്വേഷിച്ച് ഇറങ്ങാണ്. സച്ചി കൂട്ടുകാരനെ വിളിച്ചു പറയും രേവതി ഇതുവരെ വന്നിട്ടില്ല, നീ ഒന്ന് അന്വേഷിക്കാൻ എൻ്റെ കൂടെ വരണമെന്ന് പറയും. അവൻ പറയും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയും. അമ്മ അപ്പോഴും അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. സച്ചിയെ പോലെ ഒരുത്തൻ്റെ കൂടെ അവൾ ഇത്രയും കാലം ജീവിച്ചത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടിട്ട് അച്ഛൻ ചന്ദ്രയെ ശകാരിക്കും. അച്ഛൻ പറയും നിനക്ക് അവരെ രണ്ടുപേരെ ഇവിടുന്ന് ഓടിക്കണം, അല്ലെങ്കിൽ അവർ രണ്ടുപേരും വഴക്കൂടണം, അതാണ് നിന്റെ മനസ്സിൽ. അവൻ അവളെ വിട്ടോ അവൾ അവനെ വിട്ടോ ഒരിക്കലും പോയില്ല. അച്ഛനാകെ കൂടെ വയ്യാതെ പോലെ തോന്നുമ്പോൾ ശ്രീകാന്ത് ഓടി വന്നിട്ട് അച്ഛനെ പിടിച്ചിരുത്തും. അച്ഛൻ ഇങ്ങനെ ടെൻഷനാവില്ലേ എന്നൊക്കെ പറയും. ശ്രുതി വന്നിട്ട് അമ്മയെ കുട്ടിയും മുകളിലോട്ട് പോകും. മുകളിൽ കൊണ്ടുപോയിട്ട് ശ്രുതി ചോദിക്കും രേവതി പോകുന്നതിന് മുമ്പ് വല്ല ലെറ്റർ എഴുതി വെച്ചിരുന്നു ചോദിക്കും. ചിലർ പോകുമ്പോൾ അങ്ങനെ ലെറ്ററൊക്കെ എഴുതി വെക്കുമല്ലോ എന്ന് പറയും. അമ്മ പറയും ഞാനൊന്നും കണ്ടില്ല, എനിക്കതൊന്നും നോക്കലല്ല പണിയെന്ന് പറയും. അമ്മ രാവിലെ അവളെന്തോ പറഞ്ഞില്ലായിരുന്നു. അമ്മ പറയും ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയും. ശ്രുതി പറയും എൻ്റെ അമ്മായിയമ്മ എന്നെ പീഡിപ്പിക്കുന്നുണ്ട്, എൻ്റെ മരണത്തിന് ഉത്തരവാദി എൻ്റെ അമ്മായിയമ്മയാണെന്ന് ഒരു ലെറ്റർ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ അമ്മ കുടുങ്ങും. ഇതൊക്കെ ആയിട്ട് അമ്മയ്ക്ക് ടെൻഷനാവും. അമ്മ പറയും ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കലടാ. അമ്മ പുറത്തോട്ടിറങ്ങി പോകാതെ ചുമരിൽ ചാരി ഇങ്ങനെ നിൽക്കും. ശ്രുതി പറയും നമ്മളൊന്ന് കരുതിയിരിക്കണം ശ്രുതി, വല്ല ബസ്സിന് മുന്നിലെങ്ങനെ ചാടി മരിച്ചാൽ അമ്മ പെട്ടില്ലേ, അമ്മ ഒളിവ് പോകുന്നതാണ് നല്ലത്. ഇനി അമ്മ എവിടെ പോയി ഒളിച്ചിരിക്കും? ഇതൊക്കെ പുറത്തുനിന്ന് കേട്ടിട്ട് ടെൻഷനാവാണ് ചന്ദ്ര.